നമസ്കാരം. ഈ ഭക്തി എന്ന് പറയുമ്പോൾ ഭക്തി നല്ലത് തന്നെയാണ്. പക്ഷെ ഭക്തി അമിതമായാൽ ഉണ്ടാകുന്ന ആപത്താണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനൊരു കാലത്ത് നല്ല അമിത ഭക്തി ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. അതിൻ്റെ ആഘാതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഉണ്ട്. നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത്, ക്ഷേത്ര ദർശനങ്ങൾ നല്ലതാണ്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തി ലക്ഷങ്ങൾ ചിലവാക്കി യാത്രകൾ ചെയ്യുന്നതും ഒന്നും ഭക്തിയിൽ നിന്നൊന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ക്ഷേത്ര ദർശനങ്ങൾ നല്ലത് തന്നെയാണ്. നമ്മളിപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥ ഇരിക്കുന്ന ഒരാൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കിട്ടുന്ന ഊർജം, ദർശനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന പുണ്യം എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള മാനസികാവസ്ഥ, ഇതൊക്കെ തന്നെ ഒരു മനുഷ്യനെ നിലനിൽക്കാൻ പ്രേരിപ്പിക്കും. പക്ഷേ ഈ ഭക്തിയിൽ അന്ധത തന്നാൽ അത് മാരകമായ മയക്കുമരുന്നാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ അതിനകത്തോട്ട് അങ്ങോട്ട് പോയി വീണ് കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഒരാൾ 4-5 അമ്പലങ്ങളിൽ പോയി രാവിലെ. ഇനി ഏതൊക്കെ അമ്പലങ്ങളിൽ പോകുന്നതെന്ന് എന്നോട് ചോദിക്കണേ. ഞാൻ നല്ല ചീത്ത പറഞ്ഞു. ഇനി ബാക്കിയുള്ള അമ്പലങ്ങളിൽ, കാരണം രാവിലെ 6 മണിക്ക് ഇറങ്ങിയാൽ പുള്ളി ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് ഒരു 6-7 അമ്പലങ്ങളിൽ പോകും. ഇനി ഏതെങ്കിലും അമ്പലങ്ങളിൽ പോകാനുണ്ടോ? മറ്റാൾ ചോദിക്കണം, നമ്മൾ അടുത്തൊരു സർപ്പക്കാവുണ്ട്, ആ സർപ്പക്കാവ് എനിക്കൊരു ജോലിയുണ്ട്, ആ ജോലി രാജിവെച്ചിട്ട് ആ കാവ് ഏറ്റെടുത്ത് അവിടെ ഒരു അമ്പലം പോലെയൊക്കെ കെട്ടി ഞാനൊരു ഉപാസനയൊക്കെ സ്വീകരിച്ച് അവിടെ ഇരുന്നാൽ എനിക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ലോകത്തൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഞാൻ ഉപാസിക്കുകയാണ്, ഞാൻ ഏത് ഉപാസന സ്വീകരിക്കണം, എന്തിനാണ്? അല്ല, ഉപാസന ഉള്ളത് നല്ലതല്ലേ? എന്താണ് ഉപാസന? എന്താണ് ഭക്തി? എന്താണ് ദൈവികമായിട്ടുള്ള കടാക്ഷങ്ങൾ, ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടല്ലേ ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുക. വിഷ്ണുമായ ഞാൻ ജപിക്കുന്നുണ്ട്. ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് വിഷ്ണുമായ 1000 വട്ടം ജപിക്കും. പിന്നെ 7 മണിയാകുമ്പോൾ ഞാൻ ഇത് ജപിക്കും, വാർത്താളി ജപിക്കും. ഇതൊക്കെ ശരീരം തകർത്ത് കളയുന്ന ഞാൻ പലവട്ടം പറഞ്ഞതാണ്. ഈ വാർത്തകളൊക്കെ കേട്ടുകൊണ്ട് തന്നെ, എൻ്റെ ഇത്രയും ഇൻ്റർവ്യൂകളൊക്കെ കേട്ടുകൊണ്ട് തന്നെ ആൾക്കാർ വിളിച്ചിട്ട് പറയാം, സ്വാമി എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല, ഞാനതെല്ലാം വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമൊന്നുമില്ല, ഇതിങ്ങനെ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ദോഷം അനുഭവിക്കുന്നത് എപ്പോഴാണ്? തന്ത്രമന്ത്രാദികൾ യഥാർത്ഥത്തിൽ അത്തരം ക്രിയകൾ ചെയ്യാൻ വിധിക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അത്തരം കർമ്മങ്ങൾ കൊണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അത്തരം കർമ്മങ്ങൾ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രയോജനമായിട്ടുള്ള, നമ്മളൊരാൾക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ദോഷത്തിൻ്റെ 6-1 ചെയ്യുന്ന ആൾക്കാണ്. ആ ചെയ്യുന്ന കർമ്മം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവുന്നതാണെങ്കിൽ അതിൻ്റെ ഭീമമായ വിപത്തുണ്ടാവും. തെറ്റായി ധരിപ്പിച്ച്, ആ വന്ന ആളിനെ തെറ്റുകളോട് തെറ്റായി ധരിപ്പിച്ച് ഭീതിപ്പെടുത്തി, നിങ്ങൾക്ക് മൃത്യു സംഭവിക്കാൻ പോകുന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞ് അയാൾ കടവടവ് കൂടെ മേടിച്ചുകൊണ്ട് വന്ന് ഇത്തരം പരിഹാരക്രിയകൾ ചെയ്താൽ അത് ഭീകരമായ വിപത്തുണ്ടാവും. അങ്ങനെ എനിക്കൊരാളെ അറിയാം, എൻ്റെ കൂടെ വന്ന ഒരാളാണ്. പുള്ളി ആര് വന്നാലും ജ്യോതിഷത്തിൻ്റെ ഇങ്ങനെയൊക്കെ അറിയാം. നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കാൻ പോയി, പുള്ളി പേടിപ്പെടുത്തിക്കളയും. ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിപ്പെടുത്തുന്നത്? അല്ല, എങ്ങനെയുണ്ട്? അപ്പോൾ ആ വരുന്ന ആളിനെ കൊണ്ട് പരമാവധി സാമ്പത്തിക ചൂഷണം ചെയ്യാൻ ഉള്ള ചില ആൾക്കാരുണ്ട്. എല്ലാവരുമല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പരിഹാരക്രിയകൾ. ആ പരിഹാരക്രിയകൾ തന്നെ വളരെ ചുരുക്കം മാത്രമേ ഫലം ചെയ്യത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ പൂർവജന്മാർജിതമായതും പൂർവികവുമായിട്ടുള്ള അനുഭവ സമ്പത്ത് കൊണ്ട് വന്നു നിൽക്കുന്ന അവസ്ഥയിൽ ആ കർമ്മം, അദ്ദേഹം ചെയ്യുന്ന കർമ്മത്തിന് ശരിയായിട്ടുള്ളൊരവസ്ഥയില്ലെങ്കിൽ ആ കർമ്മം പ്രയോജനമില്ല. ഒരു പൂവിട്ട പ്രയോജനമില്ല, ഒരു അഗ്നി കത്തിച്ചാൽ പ്രയോജനമില്ല. ആ ദക്ഷിണ വാങ്ങിക്കുന്ന ആൾ പോലും നശിച്ചു പോകും. നാളൊരു കാലത്ത് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ഭക്തിയിലേക്ക് കടന്നു പോകുമ്പോൾ, ഭക്തി എന്ന് പറയുന്നത് ഇത് ഇപ്പം എനിക്ക് ഭക്തിയുണ്ട്. ഈ ഭക്തിയുടെ വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഭക്തിക്കൊരു അതൃപ്തി വരമ്പ് വയ്ക്കണം. നമ്മൾ ഭക്തി ആവശ്യത്തിനുള്ളതാണ്. ഭക്തി ആവാം. നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളും നമ്മുടെ സങ്കല്പങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു വരാനുള്ള ഒരു പിടിവള്ളിയാണ് ഭക്തി. അത്രയാവുള്ളൂ. അതിനപ്പുറത്തേക്കുമായ വലിയ വിപത്താണ്. എന്നെ ഇപ്പോൾ വിദേശത്തൊക്കെ ആൾക്കാർ വിളിച്ച്, സമയം ഒരു താൽക്കാലിക പരിഹാരം വല്ലതുകൊണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വിദേശത്തിരിക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച്, അദ്ദേഹത്തിൻ്റെ 2 തലമുറ അപ്പുറത്തുള്ളൊരു കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി, 2 തലമുറയുള്ള മുമ്പുള്ള വിഷയങ്ങളാണ് പുള്ളിക്ക് ഈ തലമുറ വരിക.
പൂർവ്വജന്മത്തിന് ഇദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൂടെ പരിഹാരം പറയാൻ. അല്ലാതെ പരിഹാരമൊന്നുമില്ല. ഒരു പൂജാരിയോ ഒരു സ്വാമിയോ വന്നാൽ ഒരു പൂജ വീട്ടിൽ വരും, പൂജ ചെയ്തിട്ട് എഴുന്നേറ്റ് പോയാൽ ആ പൂജ ചെയ്ത സ്വാമിക്ക് മാത്രമുണ്ട് പ്രയോജനം, മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആ വീട്ടുകാരെ കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കണം. അവർ ചെയ്യണം കർമ്മം. ഇപ്പം മറ്റൊരാൾ വെച്ചിട്ട് ഞാൻ ആഹാരം കഴിച്ചിട്ട് എന്ത് കാര്യം? ഇത്തരത്തിലുള്ള ഭക്തിയിലുള്ള കപടതകളും ഭക്തിയിലുള്ള ഈ തട്ടിപ്പുകളും ഒക്കെ ഒരുപാടുണ്ട്. ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവൻ എൻ്റെ കാന്തല്ലൂർ ആശ്രമത്തിൽ ഉഗ്രപ്രത്യങ്ങളുടെ മുമ്പിൽ വാർത്താളിയുടെ മുമ്പിലൊക്കെ ഞാൻ കർമ്മങ്ങൾ ചെയ്യും ആവശ്യമുള്ളവർക്ക്. അത് ആവശ്യമുണ്ട് തോന്നിയ കാരണം തന്ത്രമാന്ത്രികത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ദുരിതങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാൻ. അതിന് അത്രത്തോളം ചിലവുകളും ഉണ്ടാകും. അത് ദക്ഷിണ ഈ സാമ്പത്തികര അതിനുള്ള ഒരുക്കങ്ങൾക്കുള്ള കാര്യങ്ങൾ, അതിന് കണ്ടെത്തേണ്ട സാധനങ്ങളെ കുറിച്ചിട്ടുള്ളത് അത് നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ ഉഗ്രപ്രത്യഗ്രഹം ചെയ്യാനുണ്ട്, വാർത്താളി പൂജ ചെയ്യുന്നുണ്ട്, ധൂമാവതിയും ബഹളാമുഖിയും ചിന്നമസ്തയും ചെയ്യാനുണ്ട്, ഭദ്രകാളിയുടെ പൂജ ചെയ്യുന്നു. പൂജയല്ലത്, ഹോമമാണ്. ഹോമിക്കുക എന്നുള്ള നമ്മുടെ ദുരിതങ്ങളെ അതിനുള്ള സമത്വങ്ങളുണ്ടാക്കിയിട്ട് ഹോമിച്ച് തീർക്കുക എന്നുള്ളതാണ് ഒരു സങ്കല്പം. അല്ലാതെ നമ്മൾ വീട്ടിൽ ഒരു വീട് വെച്ചപ്പോൾ ഞാൻ ഒരു പിന്നെ സുദർശന ഹോമം ചെയ്ത് വൈകുന്നേരം ഒരു പകുതി സേവയും നടത്തി. ഇന്നലെ പിറ്റേ ദിവസം അവിടെ ഒരു പട്ടിയെ കൊണ്ട് കെട്ടിയാൽ എല്ലാം പോയി. ഇതൊക്കെ നമ്മുടെ മാമൂലകൾക്ക് നിന്ന് മാറി നിന്നുകൊണ്ട് കലിയുഗത്തിൽ ശാസ്ത്രം വളർന്നു നിൽക്കുന്ന കാലത്ത് പഴയ മാമൂലകൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. ആ പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട്. എനിക്ക് ബഹുമാനം തോന്നിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നു. അവരെ കണ്ടുകൊണ്ട് അവരെ മുമ്പിൽ അവരെ കുറച്ച് മെനക്കെടണം. അങ്ങനെയൊക്കെ ചെയ്തില്ലേ ഈ കേരളം മുഴുവൻ ഉടനീളം ഒരുപാട് ജ്യോതിഷം പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. മുക്കുമൂലയും പഠിച്ചിട്ടുള്ളതല്ല, അത് നന്നായിട്ട് പഠിച്ച് ഗണിച്ച് പറയുന്ന ആൾക്കാർ തുലവും കുറവാണ്. എന്നാലും അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ദുരന്തങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഭക്തിയിലുള്ള ഞാൻ പറഞ്ഞു വന്നത് എല്ലാ വിശ്വാസ പ്രമാണങ്ങൾക്കും അന്ധതയുണ്ട്. ഭക്തിയിലെ അന്ധത നമ്മൾ കുറച്ചുകൊണ്ട് അത് ലിമിറ്റ് ചെയ്യണം. അതിൻ്റെ ഗ്രാഫ് ഈ ഭക്തിയുടെ ഈ കഠിനമായിട്ടുള്ള ജപങ്ങൾ ഇപ്പം ഇന്നത് ജപിച്ച് നമുക്ക് ഇതൊക്കെ നേടാം, ഇന്നതൊക്കെ ജപിച്ചുകൊണ്ട് ഇങ്ങനെ നേടാം. കേരളത്തിൽ ഉഗ്രപ്രത്യഗ്ര ഹോമം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കലും തുടങ്ങണം. ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ തിരുവനന്തപുരം ഭാഗത്തെ അമ്പലത്തിൽ തേങ്ങ അടിച്ച് ശത്രുത മാറ്റുമെന്ന് പറയുന്നത് കേട്ട്. ശത്രുത മാറ്റാൻ ഉഗ്രപ്രത്യഗ്ര മുമ്പിൽ തേങ്ങ അടിച്ചിട്ട് എന്ത് കാര്യമാണ്? ഞാൻ കുറ്റപ്പെടുത്തുമല്ല. ഇത്തരം ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ക്ഷേത്രമല്ല കാര്യം, ക്ഷേത്രത്തിൽ ഇത്തരം ആൾക്കാർ ഒരു തേങ്ങ അടിച്ച് ശത്രു സംഹാരം നടത്തുന്നവരെയൊക്കെ കുറിച്ച് എന്ത് പറയാനാണ്? അപ്പോൾ അതുകൊണ്ട് ഭക്തിയെക്കുറിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തുക, നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തുക. ഭക്തി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നതെന്ന് നോക്കുക, അതാണ് പ്രധാനം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലാം ഒന്ന് ആലോചിച്ചും മനസ്സിലുറപ്പിച്ചും വളരെ പ്ലാനിങ്ങോടുകൂടി ഭക്തിക്ക് തന്നെ ഒരു അന്ധവിശ്വാസമില്ലാതെ ഒരു അതിർത്തി വെച്ചാൽ നമുക്ക് മുമ്പിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.